മാരണം ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല, അതവന്റെ ഈമാൻ തെറ്റിപ്പോകും. സ്വന്തം സഹോദരങ്ങളെ, കുടുംബങ്ങളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അയൽവാസികളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ചെയ്യുന്നതാകുന്ന കൂടോത്രങ്ങൾ തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിന്റേതാകുന്ന ആശ്രിതർക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും മരിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരും. സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി കുടുംബങ്ങൾ തന്നെ, സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പാരവണി പല നിലയ്ക്ക്. വാഴയ്ക്കകത്തുനിന്ന് കിട്ടുകയാണ് പല ഐറ്റം, പല തകിടുകൾ, മുടിയിടകൾ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വലിയ വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എപ്പോഴും ഓതിയിട്ട് കയ്യിലിങ്ങനെ ഊതണം. ഇശ്ഫി നടത്തുന്ന നീ ഷിഫിയാക്കുന്ന ഇതിലൊക്കെ അസിലുണ്ട്. അങ്ങനെ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ കാലുവരെ തടവി വിടണം. ഫുള്ള് ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ വരുന്ന ആളുകൾ അവർ 5 വക്കത്ത് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, മുസല്ലയിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. നല്ല നശാത്തത്ത്, എപ്പോഴും നല്ലൊരു ഉണർവുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് ഈ 2 സൂക്തങ്ങളാണ്. സൂറത്തുൽ ഫലഖും നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തങ്ങോട് ഓതുമ്പോൾ മാഷാ അല്ലാഹ് പ്രവാചകർക്ക് നല്ല ഉന്മേഷം വീണ്ടെടുത്തു.